ഹലോ. ഇന്നലെ അങ്ങനെ സിനിമയ്ക്കൊക്കെ പോയിരുന്നു. നൈസായിരുന്നു. സിനിമയൊക്കെ കണ്ട ആ ഒരു ഇതൊക്കെ മാറി. ഇന്ന് ഞങ്ങൾ എല്ലാവരും കൂടി വെട്ടുകാട് പള്ളിയിൽ പോവാണ്. തിരുവനന്തപുരം ശംഖുമുഖത്താണ് പള്ളി. ഒട്ടുമിക്കുള്ളവർക്കും അറിയാം, നമ്മൾ എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങൾ മനസ്സിൽ വിചാരിച്ച് അവിടെ പോയി മെഴുകുതിരി കത്തിച്ചാൽ കാര്യം നടക്കും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. പണ്ടൊക്കെ പോയിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ വർഷവും പോയിട്ടുണ്ടായിരുന്നു ക്രിസ്മസ് ടൈമിൽ. നല്ല തിരക്കാണ്. തൊട്ടടുത്ത് തന്നെ കടലാണ്. കടലിന്റെ അടുത്താണ് പള്ളി. ഇപ്പൊ പള്ളി പുതുക്കി പണിത് വലിയ പള്ളിയാക്കിയിട്ടുണ്ട്. നല്ല സ്ഥലമാണ്. എല്ലാവരും ഉണ്ട്. അമ്മയുണ്ട്, അച്ഛനുണ്ട്, ഹസ്ബൻഡുണ്ട്, അനിയത്തിയുണ്ട്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി പോവാണ്. ഇതിപ്പോൾ ഉച്ച കഴിഞ്ഞിട്ടുണ്ട്, 2 മണി സമയമായിട്ടുണ്ട്. അപ്പം നമുക്ക് പള്ളിയിൽ ചെന്നിട്ട് ഞാൻ വീഡിയോയിലെല്ലാം കാണിച്ചു തരാം. ഓക്കെ. ഗൈസ്, ഇതാണ് പള്ളിയുടെ മുൻഭാഗം. ഇതിൻ്റെ നേരെ ഫ്രണ്ടിലാണ് കടൽ. അടിപൊളിയല്ലേ? ഭയങ്കര വെയിലായിരുന്നു കേട്ടോ. ഈ പള്ളിയുടെ ബാക്ക് സൈഡിൽ കൂടിയാണ് റോഡ് പോകുന്നത്. ഞങ്ങളൊക്കെ ആ സൈഡിൽ കൂടിയാണ് പള്ളിക്ക് അകത്തേക്ക് കയറിയത്. പിന്നെ ഞങ്ങൾ പള്ളിക്ക് അകത്തേക്ക് കയറി. അകത്തും തിരക്കുണ്ടായിരുന്നു, എന്നാലും നല്ല സൈലൻസ് ആയിരുന്നു. കുറച്ചധികം നേരം ഞങ്ങൾ അതിനകത്ത് തന്നെ ഇരിപ്പുണ്ടായിരുന്നു. ഞാനും ഗൗരിയും ഈ ഒരു ഡേ നന്നായിട്ട് എൻജോയ് ചെയ്തായിരുന്നു. അല്ലെങ്കിൽ ഞാനും അവൾ ഒത്തുകൂടുന്ന സമയത്ത് വേറൊരു വൈബാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കംഫർട്ട് സോൺ എന്ന് പറയുന്നത് എൻ്റെ അനിയത്തി തന്നെയാണ്. നമ്മുടെ ഒരു പ്രശ്നം കേട്ടിരിക്കാനും നമുക്കതിനൊരു കറക്റ്റ് സൊല്യൂഷൻ തരാനും ചില കാര്യങ്ങളിൽ നമ്മളെ കൺട്രോൾ ചെയ്യാനൊക്കെ ഒരാളുണ്ടാവുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ കാര്യം തന്നെയാണ്. ഞാൻ നാട്ടിൽ വരുന്ന സമയത്തൊക്കെ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഒരുപാട് ടൈം കണ്ടെത്താറുണ്ട്, പുറത്തു പോകാറുണ്ട്. ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെയാണ് ഞങ്ങൾ വീടിനുള്ളിലാണെങ്കിലും എപ്പോഴും കളയും ചിരിയും. ഈ പിള്ളേരെ പോലെ തന്നെയാണ് ഞാനും അവളും അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കുന്നത്. എൻ്റെ കല്യാണം കഴിഞ്ഞ് ഞങ്ങൾ രണ്ടിടത്തായപ്പോഴാണ് ഞങ്ങൾക്കിടയിലുണ്ടായിരുന്ന ഒരു സ്നേഹം എത്രത്തോളം സ്ട്രോങ് ആയിരുന്നു എന്ന് മനസ്സിലായത്. അതിന് മുന്നേ ഒരു അടിയും തമ്മിൽ കാണുമ്പോൾ പിണക്കവും ഒക്കെ ആയിരുന്നു. ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഇല്ലെങ്കിലും ഞങ്ങളുടെ സ്പേസിൽ ഞങ്ങൾ ഹാപ്പി തന്നെ ആയിരിക്കും. അതെന്നെയും അവളെയും അടുത്തറിയാവുന്നവർക്കറിയാം ഞങ്ങൾ ഒത്തുകൂടുമ്പോഴുണ്ടാകും ഉള്ള ആ ഒരു വൈബ് എങ്ങനെയാണെന്നുള്ളത്.
ഇതെല്ലാം ഞാൻ നാട്ടിൽ വന്നപ്പോൾ എടുത്ത വീഡിയോസാണ്. ഇപ്പോഴാണ് എനിക്ക് എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാനുള്ളൊരു ടൈം കിട്ടിയത്. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.